നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ ആദ്യം കർണാടകയിലെ കൊടക് ജില്ലയിലെ ബൈലക്കുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന ടിബറ്റൻ ആത്മീയ കേന്ദ്രമായിട്ടുള്ള ഗോൾഡൻ ടെമ്പിളും അതുപോലെ ടിബറ്റൻ മൊണാസ്ട്രിയും ഒക്കെയാണ് ഇന്നത്തെ കാഴ്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ മൊണാസ്ട്രിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ 1963 ടിബറ്റിൽ നിന്നും അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ബൗദ്ധ സന്യാസിമാർക്കായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ക്ഷേത്രം. 1995 ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1999 ഇത് ഭക്തർക്കായിട്ട് തുറന്നു കൊടുത്തു. 40 അടി ഉയരമുള്ള ഇതിൻ്റെ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. നിരവധി ടിബറ്റൻ അഭയാർത്ഥികളും ഇതിൻ്റെ പരിസരവാസികളായിട്ട് ഇവിടെ ഉണ്ട്. ധർമ്മശാല കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ ടിബറ്റൻ സമൂഹമാണ് ബൈലക്കുപ്പയിലുള്ളത്. ഇവിടുത്തെ ശ്രീബുദ്ധൻ്റെ 3 ശില്പങ്ങളാണുള്ളത്. പത്മസംഭവൻ, ബുദ്ധ കശ്യമുനി, അതുപോലെ തന്നെ ബുദ്ധ അമിതായുഷ്, ഇങ്ങനെ 3 ബുദ്ധൻ്റെ പ്രതിമകളാണ് ഇവിടെയുള്ളത്. ഞാൻ ഈ ക്ഷേത്രം കാണാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഗാംഭീര്യമായിട്ടുള്ള ഒരു ശബ്ദത്തിലാണ് പ്രാർത്ഥന നടക്കുന്നത്. അതുകൂടാതെ ഇവർ ഡമരു പോലത്തെ ഒരു വാദ്യം ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേക ശബ്ദം വളരെ രസകരമായിരുന്നു. പിന്നീട് ഈ സന്യാസികളുടെ ഗ്രൂപ്പിൽ പ്രായമുള്ള ആളുകളും പ്രായമില്ലാത്ത ആളുകളുമായിട്ട് ഒരു 18 വയസ്സിന് അടുപ്പമുള്ള ഒരുപാട് സന്യാസിമാരുണ്ടായിരുന്നു. അവർ സന്യാസിമാർ തന്നെയാണോ അത് അവരുടെ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയതാണോ എന്ന് അറിയില്ല. പ്രായമുള്ളവരും പ്രായമില്ലാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ക്ഷേത്രവും പരിസരവും വളരെ ഭംഗിയായിട്ട് പരിപാലിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. ചുമർ ചിത്രങ്ങളും സ്വർണ്ണ കളറിലുള്ള ചിത്രപ്പണികളും തൂണുകളും അതുപോലെ തന്നെ സീലിങ്ങിലുള്ള ആർട്ട് വർക്കുകളും ഒക്കെ വളരെ മനോഹരങ്ങളാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ടിബറ്റിലെ ടിബറ്റിൻ്റെ ഒരു മിനിയേച്ചറും കൂടെ ഇവിടെയുണ്ട്. ആ ടിബറ്റിലെ 2 അരികിലായിട്ടുള്ള 2 ക്ഷേത്രങ്ങളും അതിൻ്റെ നടുവിലായിട്ടുള്ള അവരുടെ ഗ്രാമവും ഒക്കെ തന്നെ ചെറിയൊരു മിനിയേച്ചർ ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഈ പ്രാർത്ഥനാ ഹാളിൻ്റെ അകത്ത് കയറി കാഴ്ചകളെല്ലാം കാണാനുള്ള അവസരമുണ്ട്. ഫോട്ടോ എടുക്കുന്നതിനും റെസ്ട്രിക്ഷൻ ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ പരിസരത്തിലുള്ള ഈ ഗാർഡൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്ക് ഈ ഗാർഡൻ്റെ എല്ലാ വശങ്ങളിലും പോകാനൊക്കെയുള്ള അവസരമുണ്ട്. ഇതുകൂടാതെ ഈ ടിബറ്റൻ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമാണ് ഈ അമ്പലം എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ടിബറ്റൻ ആളുകൾ നടത്തുന്ന ചെറിയ കച്ചവടങ്ങളും ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കരകൗശല വസ്തുക്കളും മറ്റുള്ള സാധനങ്ങളും ടിബറ്റൻസ് നിർമ്മിക്കുന്ന കമ്പിളിക്കുപ്പായങ്ങളും മറ്റുമൊക്കെ ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടുള്ള ചെറിയ മാർക്കറ്റിൽ കിട്ടുന്നു. ഇതൊക്കെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ മൊണാസ്ട്രിയുടെ പരിസരത്തിലും ചുറ്റിലുമൊക്കെയുള്ള കാഴ്ചകൾ. കുടകിലെ തന്നെ മറ്റൊരു അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷനിലേക്കാണ് അടുത്ത യാത്ര. ഇതൊരു മനോഹരമായ പാർക്കാണ്. നിസർഗധാമ എന്നാണ് പേര്. കർണാടകയിലെ കൊടക് ജില്ലയിൽ കാവേരി നദിയിൽ രൂപം കൊണ്ട 64 ഏക്കർ വിസ്തൃതമായിട്ടുള്ള ഒരു ദ്വീപാണ്. കുശാൽ നഗറിൽ നിന്നും 3 കിലോമീറ്റർ അകലെയായി സംസ്ഥാനപാതയുടെ സമീപത്താണ് ഈ ദ്വീപ് ഉള്ളത്. മദിക്കേരിയിൽ നിന്നും 28 കിലോമീറ്റർ അകലെയായിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ സന്ദർശന സമയം എന്ന് പറയുകയാണെങ്കിൽ 9 മണി മുതൽ 5 മണി വരെയാണ് ഉള്ളത്. പ്രവേശന ഫീസ് 10 രൂപയാണ് മുതിർന്നവർക്ക്, 5 രൂപയാണ് കുട്ടികൾക്ക്. ഒരു തൂക്കുപാലം വഴിയാണ് നമ്മൾ നിസർഗധാമയിലേക്ക് എത്തേണ്ടത്. കാവേരി നദിക്ക് കുറുകെയുള്ള ഒരു തൂക്കുപാലം. ആ തൂക്കുപാലത്തിലൂടെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ 64 ഏക്കർ വിസ്തൃതമായിട്ടുള്ള ഒരു കുഞ്ഞു വനത്തിലേക്ക് എത്തിപ്പെടും. വളരെ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് നിസർഗധാമയിലുള്ളത്. 1989 വനം വകുപ്പ് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടാണ് സ്ഥാപിച്ചത്. ഇപ്പോൾ ഇവിടെ മാൻ, മുയൽ, മയിൽ തുടങ്ങിയ ജീവികളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ കാണാനുണ്ട്. ഇവിടെ ഒരു സെപ്പറേറ്റ് ഡിയർ പാർക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വനം വകുപ്പ് നടത്തുന്ന ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ മരങ്ങൾക്ക് മുകളിലുള്ള കോട്ടേജുകളുണ്ട്. നിസർഗധാമം സന്ദർശിക്കാൻ പറ്റിയ യഥാർത്ഥ സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ, നവംബർ മാസത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോടയും നല്ല തണുത്ത അന്തരീക്ഷവും ഒക്കെ ആയിരിക്കും ഇവിടുത്തെ പ്രധാന അട്രാക്ഷനായിട്ട് അന്നേ സമയത്ത് മാറുക. പിന്നെ ഒന്ന് പറയാനുള്ളത്, നിസർഗധാമയിൽ ആഴ്ചയിൽ 7 ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതുപോലെ തന്നെ കോട്ടേജുകളും ഒക്കെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വന്ന് ഉപയോഗിക്കാവുന്നതാണ്. നിസർഗധാമയിൽ സന്ദർശകർക്കായിട്ട് പ്രാദേശിക സംസ്കാരവും കലാരൂപങ്ങളും ഒക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ശില്പങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കൊടവ ജനതയുടെ പരമ്പരാഗത നൃത്തങ്ങളും അതുപോലെ തന്നെ ആയോധന കലകളും ഒക്കെയാണ് അവിടെ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്.
കൊടവ ജനവിഭാഗത്തിൻ്റെയും ഗൗഡ വിഭാഗത്തിൻ്റെയും നൃത്തരൂപങ്ങളെല്ലാം ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതിൽ അവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുള്ളതായിട്ട് തോന്നുന്നില്ല. രണ്ടും കോൽക്കളി തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവരുടെ വസ്ത്രധാരണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉള്ളതായിട്ട് കാണാൻ കഴിയും. അതുപോലെ കൊടകിലെ സ്ത്രീകളുടെ വസ്ത്രധാരണം നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ കേരളത്തിലെയോ ഉള്ള സ്ത്രീകളുടെ വസ്ത്രധാരണമായിട്ട് അല്പം വ്യത്യാസമുള്ളതായിട്ട് കാണാം. ആ സാരിയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു ശിരോവസ്ത്രം പോലെ തല കവർ ചെയ്യുന്ന തരത്തിലാണ് അവരത് പ്രത്യേക തരത്തിലാണ് അത് ഉടുക്കുന്നത്. അതുപോലെ കൊടകിലെ പുരുഷന്മാരുടെ വസ്ത്രധാരണം കാണുമ്പോൾ അവരുടെ പാരമ്പര്യ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന സമയങ്ങളിൽ തലപ്പാവ് നിർബന്ധമായിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കൊടകിലെ ഗോത്ര ജനതയുടെ വസ്ത്രധാരണ രീതിയും ജീവിത രീതിയും ഒക്കെ നമ്മുടെ നാട്ടിലെ ഗോത്ര ജനതയുടെ ജീവിത രീതിയുമായിട്ട് സമാനമായിട്ടുള്ളതാണ്. കൃഷി ചെയ്യാത്ത തരത്തിലുള്ള ജീവിതമാണ് നമ്മുടെ നാട്ടിലെയും അതുപോലെ തന്നെ കൂർഗിലെയും കൊടകിലെയും ഉള്ള ഗോത്ര ജനതയൊക്കെ പരിപാലിച്ചു പോകുന്നത്. അവർ മൃഗങ്ങളെ വളർത്താറുണ്ട്. അതുപോലെ തന്നെ വനത്തിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിച്ചിട്ട് അതൊന്നുമില്ലെങ്കിൽ മാർക്കറ്റിൽ വിൽക്കുകയോ അല്ലെങ്കിൽ അവർ സ്വയം അത് പാകം ചെയ്ത് കഴിക്കുകയോ തരത്തിലുള്ള ജീവിത രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് കൂർഗിലെ അല്ലെങ്കിൽ കൊടകിലെ ഗോത്രജനതയും സ്വീകരിച്ചിട്ടുള്ളത്. നിസർഗധാമയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആകർഷകമാകുന്ന കുറേ ആക്ടിവിറ്റീസുകളുണ്ട്. സിപ്പ് ലൈൻ, ബോട്ട് റൈഡ്, അതുപോലെ എലിഫന്റ് സഫാരി, അങ്ങനെ കുറേ ആക്ടിവിറ്റീസുകൾ ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ സെപ്പറേറ്റ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം കൗണ്ടറുകളുണ്ട്. ആ കൗണ്ടറിൽ പേ ചെയ്യുക, നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ വന്നിട്ടുള്ള കുട്ടികളായിട്ടുള്ള സന്ദർശകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 കാര്യങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന് മാനുകളെ വളരെ അടുത്ത് കാണാൻ കഴിയുന്ന ഒരു സൗകര്യവും 2 ഏറുമാടങ്ങളിൽ കയറാനുള്ള അവസരവുമാണ്. നിസർഗധാം ഒരു ദ്വീപാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കാവേരി നദിയാണ് അവസാനത്തെ അതിര്. കാവേരി നദിയിലേക്ക് ഇറങ്ങാനുള്ള പടവുകളെല്ലാം അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അതിലേക്ക് ഇറങ്ങാനുള്ള അനുവാദമില്ല. ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് പടവുകളിലേക്കുള്ള വഴി. ഇതുകൂടാതെ നിസർഗധാമിലുള്ള ഒരു കാഴ്ച ഓർക്കിഡുകളുടെ ഒരു വലിയ പൂന്തോട്ടമാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് നിർഭാഗ്യവശാൽ അതിൻ്റെ മെയിൻ്റനൻസ് ആയതുകൊണ്ട് അവിടേക്കുള്ള പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇത്രയും കാഴ്ചകളോടുകൂടി നിസർഗധാമിലെ കാഴ്ചകൾ അവസാനിച്ചു. നിസർഗധാമിനോട് യാത്ര പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ ദ്വീപിനകത്ത് വരുന്ന സന്ദർശകർക്കായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. ഒരു ക്യാൻറ്റീൻ ആയിക്കോട്ടെ, ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു സന്ദർശകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ദ്വീപിനകത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൊടകിലെ അടുത്ത കാഴ്ച ഹാരംഗി അണക്കെട്ടാണ്. ഹാരംഗി അണക്കെട്ട് കാവേരി നദിയുടെ ഉപനദിയായിട്ടുള്ള ഹാരംഗി നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൊടക് ജില്ലയിലെ കുശാൽ നഗറിനടുത്തുള്ള ഹൊദ്ഗൂർ ഗ്രാമത്തിലാണ്. പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ നിർമ്മാണ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കൃഷിക്ക് വേണ്ടിയിട്ടും ജലസേചനത്തിന് വേണ്ടിയിട്ടുമാണ്. ഇതിൻ്റെ ഏകദേശം ഉയരം എന്ന് പറയുന്നത് 47 മീറ്ററാണ്. ഹാരംഗി അണക്കെട്ടിൻ്റെ നീളം 846 മീറ്ററാണ്. ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലത്താണെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് പറയാൻ കാരണം കുരുടമലയുടെയും നദികളുടെയൊക്കെ അരികിലായിട്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിലും അതുപോലെ ഡാമിലെ വെള്ളം തുറന്നു വിടുന്ന സമയങ്ങളിലുമൊക്കെ അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യം കൂടി ചേർന്ന് മനോഹരമായിട്ടുള്ള ഒരു ക്യാൻവാസ് ആവും ഈ ഡാമിൻ്റെ ചിത്രം. ഹാരംഗി അണക്കെട്ടിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കൂടെയുണ്ട്. ഹാരംഗി ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ഏകദേശം 9 മെഗാവാട്ട് ശേഷിയുള്ളതാണത്. ഇതിൽ ഉൽപ്പാദനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അതായത് സർക്കാരിൻ്റെ വൈദ്യുത ഗ്രിഡിലേക്ക് അയക്കും. അതിനുശേഷം അത് ഗ്രാമപ്രദേശങ്ങളുടെ വൈദ്യുത ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെ റൺ ഓഫ് തത്വമാണ്. അതായത് വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. മൺസൂൺ കാലങ്ങളിൽ ഒഴുക്ക് കൂടുമ്പോൾ കൂടുതൽ ടർബൈൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യും. ആ സമയങ്ങളിൽ കൂടുതലായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് ഗ്രിഡിലേക്ക് അയക്കുന്നു. ടോട്ടൽ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി ഉപയോഗം നടക്കുന്നു എന്നുള്ള രീതിയിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഹാരംഗി അണക്കെട്ട് കാണാൻ ഉദ്ദേശിക്കുന്നവർ മൺസൂൺ സമയം തിരഞ്ഞെടുക്കുന്നതായിരിക്കും വളരെ നല്ലതായിരിക്കുക. യാത്രക്കിടയിൽ വഴിയരികിൽ കണ്ട ഒരു കാഴ്ചയാണ്. റോഡരികിൽ ഡൈനോസറും ജിറാഫും കുതിരകളും എന്നുവേണ്ട ഒട്ടുമിക്ക എല്ലാ മൃഗങ്ങളുടെയും രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കട. ചുമ്മാ ഒരു രസത്തിന് കയറി നോക്കി. രാജാ സീറ്റിൽ പോയപ്പോൾ അവിടെ കണ്ട പല കാഴ്ചകളും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത ശില്പങ്ങളാണെന്ന് തോന്നിപ്പോയി. അതിനും മാത്രം മനോഹരങ്ങളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന പല പാർക്കുകളിലേക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ശില്പങ്ങളും ഉണ്ടാക്കുന്ന ഒരു കടയാണ്. ഇതുപോലത്തെ കടകൾ ഇവിടെ വളരെ സാധാരണമായിട്ടുണ്ട്. ഞാൻ വരുന്ന വഴിയിൽ 1-2
കടകൾ കണ്ടിരുന്നു. അപ്പോൾ ആ കട കണ്ടപ്പോൾ ജസ്റ്റ് ഒരു സന്തോഷത്തിന് കയറി നോക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനോഹരമായിട്ട് തോന്നി. അധികം വിലയൊന്നുമില്ല, എങ്കിൽ തന്നെ നല്ല വിലയുള്ള ശില്പങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ ഈ കടയുടെ ഉടമസ്ഥന് സ്വന്തമായിട്ടൊരു വിൻറ്റേജ് കാറിന്റെ ഷോറൂമും കൂടെ ഉണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ്. പക്ഷേ വിൻറ്റേജ് കാറിന്റെ ഷോറൂമിലേക്കുള്ള എൻട്രിയല്ല, കാണാനൊക്കെ സമ്മതിക്കുന്നുണ്ട്. എങ്കിൽ തന്നെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ആൾക്ക് അത്ര ഇഷ്ടമുള്ളതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. എങ്കിലും മനോഹരങ്ങളായിട്ടുള്ള കുറേ അധികം കളക്ഷൻ ഉണ്ട് അദ്ദേഹത്തിന്. ഈ ശില്പങ്ങളെല്ലാം അച്ചിൽ നിർമ്മിക്കുന്നവയാണ്. ആദ്യമായിട്ട് ഇതിന്റെ മോൾഡ് ഉണ്ടാക്കിയ ആളെ സമ്മതിക്കണം അല്ലേ? എത്രമാത്രം കഷ്ടപ്പെട്ട് കാണുന്നുള്ളതാണ്. വഴിയരികിലെ ഈ കൗതുക കാഴ്ചയ്ക്ക് ശേഷം ഞാൻ പോകുന്നത് ചിക്ലിഹോളെ അണക്കെട്ട് കാണാനാണ്. ചിക്ലിഹോളെ അണക്കെട്ട് മൺസൂൺ കാലത്ത് കാണാനാണ് വളരെ ഭംഗിയുള്ളത്. യൂട്യൂബിലും അതുപോലെ ഇന്റർനെറ്റിലും ഒക്കെയുള്ള ചിത്രങ്ങൾ വളരെ ഭംഗിയുള്ളതായിരുന്നു. ആ ചിത്രങ്ങൾ കണ്ടിട്ടാണ് ചിക്ലിഹോളെ വേനൽക്കാലമാണെങ്കിലും ഒന്ന് പോയി കണ്ടേക്കാമെന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് പോകുന്നത്. ഒരു വേനൽ മഴയുടെ അകമ്പടിയോടുകൂടിയാണ് ചിക്ലിഹോളെ അണക്കെട്ടിലേക്ക് എത്തുന്നത്. ചിക്ലിഹോളെ അണക്കെട്ട്, ചിക്ലിഹോളെ എന്നുള്ളതൊരു നദിയുടെ പേരാണ്. ആ ചിക്ലിഹോളെ നദിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ചെറിയ അണക്കെട്ടാണ് ചിക്ലിഹോളെ അണക്കെട്ട്. പ്രധാന ഉദ്ദേശം ജലസേചനമാണ്. വളരെ ഭംഗിയുള്ളൊരു പ്രദേശമാണ്. മൺസൂൺ കാലങ്ങളിലും അതുപോലെ തണുപ്പുള്ള സമയങ്ങളിലും ഒക്കെയാണ് ഇവിടെ വരേണ്ടത്. യഥാർത്ഥത്തിൽ അതിമനോഹരമായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. ഞാൻ പോകുന്ന സമയങ്ങളിൽ ലൈറ്റ് അത്ര നല്ലതല്ലാത്തൊരു സന്ദർഭമായിരുന്നു. അതുപോലെ തന്നെ മഴയുണ്ടായിരുന്നു, ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. അത്യാവശ്യം വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ ചിക്ലിഹോളെ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേ അതിമനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ്. ഞാൻ എല്ലാ കാഴ്ചകളും കണ്ടുവെങ്കിലും ഡാമിൽ അത്രത്തോളം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ആ ഭംഗിയുള്ള കാഴ്ചകൾ ഞാൻ മിസ് ചെയ്തു. ചിക്ലിഹോളെ അണക്കെട്ടിന്റെ സൈറ്റിലുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇന്റർനെറ്റിലുള്ള ചിത്രങ്ങളൊക്കെ അതിമനോഹരങ്ങളാണ്. അതിലെ ചിത്രങ്ങൾ ഞാൻ ഒരു ചിത്രം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചിത്രം ഞാൻ ഇതിൽ ആഡ് ചെയ്തുമ്പോൾ മനസ്സിലാവും എത്ര മനോഹരമാണ് ചിക്ലിഹോളയുടെ സ്പിൽവേന്റെ ചിത്രങ്ങൾ എന്നുള്ളത്. ചിക്ലിഹോളെ അണക്കെട്ടിലെ കാഴ്ചകൾക്ക് ശേഷം ഞാൻ പോകുന്നത് ദുബാരയിലേക്കാണ്. ദുബാരെ എലിഫന്റ് ക്യാമ്പും അതുപോലെ തന്നെ അവിടെ റിവർ റാഫ്റ്റിങ്ങിന്റെ സൗകര്യങ്ങളും ഉണ്ട്. ആ കാഴ്ചകൾ കാണാനാണ്. ഈ യാത്രയോടുകൂടി ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, കൊടകിലെ മിക്കവാറും കാഴ്ചകളെല്ലാം കാണാൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ട സമയം മൺസൂണിന്റെ സമയത്താണ്. മൺസൂണിന്റെ വരവോടുകൂടിയാണ് കാവേരി നദി മനോഹരമാവുന്നത്. അതിന്റെ കൂടെയാണ് ഈ പറയുന്ന ഡാമുകളും അതുപോലെ തന്നെ ഈ റിവറും ഒക്കെ മനോഹരങ്ങളാവുന്നത്. ഈ മനോഹരമായ കാഴ്ചകളുടെ ഒക്കെ അകമ്പടിയായിട്ടുള്ളത് മൺസൂണിന്റെ വരവാണ്. പറ്റുമെങ്കിൽ ഈ കാഴ്ചകളെല്ലാം കാണാൻ മൺസൂണിന്റെ സമയം തിരഞ്ഞെടുക്കലാവും ഏറ്റവും മനോഹരമാവുക. ദുബാരെ എലിഫന്റ് ക്യാമ്പ് കൊടക് ജില്ലയിൽ തന്നെ കുശാൽ നഗറിൽ തന്നെയാണ് ഉള്ളത്. കാവേരി നദിയുടെ തീരത്ത് തന്നെ. ഇവിടെയുള്ള പ്രധാന ആകർഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനയുടെ ദിനചര്യകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്യജീവി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു എലിഫന്റ് ക്യാമ്പാണ്. അതായത് ആനയെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും അവരുടെ ചട്ടങ്ങളൊക്കെ പഠിപ്പിക്കുന്നതും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. കേരളത്തിലോ തമിഴ്നാടിനോ വരുന്ന ആളുകൾക്ക് വലിയ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് തോന്നില്ല എങ്കിലും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ ആനയുടെ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എലിഫന്റ് ക്യാമ്പ് കാണാൻ ഇഷ്ടപ്പെടുന്നവർ രാവിലെ 8:30 മുതൽ 11 മണി വരെയുള്ള സമയം സെലക്ട് ചെയ്യുന്നതാവും നന്നാവുക. കാര്യം എന്താ വെച്ചാൽ, ആ സമയത്താണ് ആനയെ കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ആ സമയത്ത് വരികയാണെങ്കിൽ അത് മനോഹരമായിട്ടുള്ള കാഴ്ചയാവാൻ സാധ്യതയുണ്ട്. ദുബാരിയിലെ റിവർ റാഫ്റ്റിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ, രാവിലെ 8 മണിക്ക് റിവർ റാഫ്റ്റിംഗ് ആരംഭിക്കും. പല പല പ്രോഗ്രാമായിട്ടാണ് ഉള്ളത്. 1 മണിക്കൂറിന്റെ പ്രോഗ്രാമുണ്ട്, 2 മണിക്കൂറിന്റെ പ്രോഗ്രാമുണ്ട്. അതുപോലെ 1 മണിക്കൂറിന്റെ പ്രോഗ്രാമിന് 3 കിലോമീറ്ററാണ് യാത്ര ചെയ്യുക. മറ്റേത് 5 കിലോമീറ്ററും. വൈകുന്നേരം 4 മണിയോടുകൂടി ടിക്കറ്റ് വിതരണം അവസാനിക്കും. അവസാനത്തെ ബോട്ട് അടുക്കുന്നത് ഏകദേശം 5 മണിയാകുമ്പോൾ ബോട്ട് കരയിലേക്ക് അടുപ്പിക്കും. ഈ കാഴ്ചകൾ എനിക്ക് പുറമെ നിന്ന് കാണാനേ കഴിഞ്ഞുള്ളൂ. കാര്യം എന്താ വെച്ചാൽ, ഞാൻ അവിടെ എത്തുമ്പോഴേക്കും വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ യാത്രയിൽ നമുക്ക് വേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം ഈ ഏജൻസികൾ എടുക്കുന്നുണ്ട്. അതുപോലെ ഹെൽമറ്റും സേഫ്റ്റി ജാക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മൺസൂൺ കാലത്താണ് ഈ കാഴ്ച കാണാനും മനോഹരമായിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മൃഗങ്ങളുടെ ശബ്ദവും മൃഗങ്ങളെ കാണാനും ഒക്കെയുള്ള ഭാഗ്യം ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് കൊടകിലെ കാഴ്ചകൾ.